ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് മാട്ടുമന്തയിലെ പൊതുശ്മശാനത്തിൽ നഗരസഭയുടെ അറിവോടെ NSS കരയോഗം നിർമ്മിച്ചിട്ടുള്ള ജാതിമതിൽ നഗരസഭ പൊളിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ തങ്ങൾ പൊളിച്ചു മാറ്റുമെന്ന് NAPM കൺവീനർ ഡോക്ടർ വിളയൂടി വേണുഗോപാലൻ പറഞ്ഞു. ജാതിമതിൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വഴി തുറന്നിട്ടുള്ളത് ആ വഴി തുറന്നത് ഒരു അനീതിയാണ്. ജാതീയമായ അസമത്വങ്ങളും അരാജകത്വങ്ങളും നമ്മുടെ രാജ്യത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. നമ്മളൊക്കെ വടക്കേന്ത്യയിലേക്ക് വരലുകൊണ്ടും കേരളമാണ് വളരെ മുന്നിലെന്ന്. സാക്ഷരതയിൽ, സാമൂഹ്യ പരിവർത്തനത്തിൽ, നവോത്ഥാനത്തിലൊക്കെ മുന്നിലെന്ന് വിളിച്ചു പറയുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയ്തത് വലിയൊരു മനുഷ്യനീതിക്ക് എതിരായി മനുനീതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. മനുഷ്യനീതിക്ക് പ്രകാരം അതിന് ഘടകവിരുദ്ധമായ മനുനീതിയാണ് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ മനുനീതി വേണ്ട, മനുഷ്യനീതിയാണ് വേണ്ടത്. അത് പൊതു ശ്മശാനമാണ്. പഞ്ചായത്ത് നഗരപാലിക നിയമപ്രകാരം തന്നെ മറിയൽ ഗ്രൗണ്ട് വേറൊരു സ്വകാര്യ കാര്യത്തിനോ പൊതുകാര്യത്തിനോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന നിയമങ്ങളുണ്ടെങ്കിലും അത് ലംഘിച്ചുകൊണ്ടാണ് പാലക്കാട് നഗരസഭയും മുനിസിപ്പാലിറ്റിയും ചെയ്തിട്ടുള്ള ഈ നെറികേട്. അത് പ്രത്യേകിച്ച് അവിടെ മതിൽ കെട്ടിയിരിക്കുകയാണ്. ഷെഡ് നിർമ്മിക്കുവാൻ 10 സെന്റിന് അപേക്ഷ നൽകിയപ്പോൾ 20 സെന്റ് അനുവദിച്ച നഗരസഭയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കുറ്റവാളികളാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കെ മായാണ്ടി അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ പുതുവയൽ, വിജയൻ അമ്പലക്കാട്, കെ വാസുദേവൻ, S രമണൻ, TP കനകദാസ്, കാർത്തികേയൻ മംഗലം, അബ്ദുൽ ഖാദർ കണ്ണാടി, പിരായിരി സെയ്ദ് മുഹമ്മദ്, VS രാധാകൃഷ്ണൻ, വിജയൻ കരിപ്പോട്, കൃഷ്ണൻകുട്ടി ആങ്കിരംകാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരന് മാട്ടുമന്ത ശ്മശാനത്തിലെ പുതിയ മതിൽ പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി. മേലിൽ അവിടെ പണികൾ നടക്കില്ല എന്നും പണിത മതിൽ പൊളിച്ചു മാറ്റുമെന്നും നിവേദക സംഘത്തിന് പ്രമീള ശശിധരൻ ഉറപ്പു നൽകി. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.